പിണറായിക്കെതിരെ ഇ ഡി വന്നാൽ പാർട്ടി പ്രതിരോധിക്കും. പക്ഷേ മകൾക്കെതിരെ വന്നാൽ ഞങ്ങളെ വിളിക്കരുതെന്ന് പാർട്ടി സഖാക്കൾ അണികൾ പറയുകയാണ്. പിണറായിയെ തിരിഞ്ഞു കൊത്തിക്കൊണ്ട് നിൽക്കുകയാണ് പാർട്ടി അണികൾ എന്നുള്ളതാണ്. നിങ്ങളുടെ തോന്നിവാസങ്ങൾക്ക് ഞങ്ങൾ ഒപ്പം നിൽക്കില്ല എന്ന വ്യക്തമായ സന്ദേശമല്ലേ CPM അണികൾ പിണറായിക്ക് കൊടുക്കുന്നത്? ഇതുപോലുള്ള പ്രമേയങ്ങൾ പല ഏരിയ കമ്മിറ്റികളിലും പ്രമേയങ്ങളല്ല, ചർച്ചകൾ ഇതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒഫീഷ്യലായിട്ട് പ്രമേയമായിട്ട് വരുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അവിടെ എല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് ജില്ലാ കമ്മിറ്റിയോ സ്റ്റേറ്റ് കമ്മിറ്റിയോ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറോ ആരെങ്കിലും കൂടെ വന്നിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർ കണ്ടിട്ട് കഴിഞ്ഞാൽ പ്രമേയം പിന്നെ ചർച്ചയിൽ മാത്രമേ നടക്കുള്ളൂ, അതിനപ്പുറം പോവില്ല. കാരണം അങ്ങനെ ഒരു നയം ഈ പാർട്ടിക്ക് പിണറായിയുടെ കാര്യത്തിൽ എടുക്കാൻ സാധ്യതയില്ല. കാരണം പിണറായിയാണ് പാർട്ടിയാണ് പിണറായി. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ കൂടുമ്പോഴാണ് അത് പോളിറ്റ് ബ്യൂറോ ആവുന്നത്. അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെയല്ലേ. പിന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പേരിന് വരെ പാവങ്ങളുണ്ട്. അവർക്കിപ്പോൾ കേരളത്തിലെ കാര്യം കേരളം എവിടെ നിന്നും പോലും അറിയുന്നവരായിരിക്കില്ല. അപ്പോൾ ഇവിടെ പിണറായി എന്ത് നിശ്ചയിക്കുന്നു അതേ പാർട്ടിയിൽ നടക്കുള്ളൂ. ഇപ്പോൾ ജനറൽ സെക്രട്ടറി പോയിട്ട് ഒരു നാണമില്ലാത്ത പോലെ ഡൽഹിയിൽ സമരം നടത്തിയില്ലേ. ഇവിടെ ഇത് ചെയ്ത വീണ വിജയൻ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒരു ഡൽഹി പോലത്തെ ഒരു സിറ്റിയിലെ റോഡിൽ 10-15 ആളെ കൊണ്ട് നടന്നത് അതൊന്നും ആവില്ല, ആരും ശ്രദ്ധിക്കാൻ പോലും ഇല്ല. വേറെ കാര്യം, അപ്പോൾ അവിടുത്തെ ഓഫീസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഒരാൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ CPMൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ നിൽക്കാൻ അവിടെ വരാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഓട്ടോറിക്ഷക്കാരനും ടാക്സിക്കാരനും കൊണ്ട് ആർക്കും അറിയില്ല സ്ഥലം അവിടെ. അപ്പോൾ അതാണ് ഡൽഹിയിലെ പാർട്ടിയുടെ അവസ്ഥ. അപ്പോൾ അവിടെ എത്തിയാൽ സമരം ചെയ്യും. അപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പിണറായിയുടെ മക്കളുടെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല, 100% ഉറപ്പാണ്. അത് പിണറായിയുടെ ഇതിന് ശേഷം പത്രക്കാരോട് സംസാരിച്ചതിൽ തന്നെ അയാളൊട്ടും അപ്പോളജറ്റിക് അല്ലല്ലോ. അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. സമാധാനപരമായിട്ടൊന്നും ആൾക്കാർ പ്രതിഷേധിച്ചെന്നില്ല. എന്തിന് പ്രതിഷേധിച്ചെന്നുള്ള ചോദ്യം പോലും ഇല്ല അവിടെ. അതിനോട്ട് കോടിയേരിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ബിനീഷ് കോടിയേരിയുടെ കേസുണ്ടായപ്പോൾ കോടിയേരി പറഞ്ഞ പ്രായപൂർത്തിയായ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടി നേതാവിനോ അതിന് പങ്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പാവം രാജിയും വെച്ചു സെക്രട്ടറി സ്ഥാനം. അതിന് കാരണം പറഞ്ഞത് ആരോഗ്യ പ്രശ്നമാണ് കാരണങ്ങൾ പറഞ്ഞത്. അതയാൾ തന്നെ കുറച്ചാണ് ഇപ്പോൾ തിരിച്ചു വന്ന വേറെ കാര്യം. ആ മകൻ 1 കൊല്ലം ജയിലിൽ കിടന്നു, ബാംഗ്ലൂർ അഗ്രഹാര ജയിലിൽ 1 കൊല്ലം കിടന്നു. കൃത്യം ഒരു ഒക്ടോബർ 29 മുതൽ മറ്റേ ഒക്ടോബർ 29 വരെ കൃത്യം 365 ദിവസം ഒന്ന് കണക്കാക്കിയ പോലെ കിടന്നത്. ഇപ്പോൾ ആ മോനും ഇപ്പോൾ ഈ വണ്ടി തടയാനൊക്കെ നിൽക്കണുണ്ടോ? അതെനിക്ക് തോന്നുന്നു പാർട്ടിയിലേക്കുള്ള എൻട്രിക്ക് വേണ്ടിയിട്ട് കിട്ടുകയും ചെയ്തു. പിണറായി അംഗത്വം കൊടുക്കാൻ പിണറായി നിർദ്ദേശപ്രകാരം അംഗത്വം കിട്ടുകയും ചെയ്തു. അംഗത്വം കിട്ടാൻ വേണ്ടി ചെയ്തതാണ്, അത്രയേ ഉള്ളൂ അതിൽ. അപ്പം അതുകൊണ്ട് ഇനി വീണ വിജയനായിട്ടുള്ള അടുത്ത ഇൻട്രോഗേഷൻ വന്നാൽ പലതും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എറണാകുളത്തേക്ക് വിളിപ്പിക്കും, ബാംഗ്ലൂർക്ക് വിളിപ്പിക്കും, അങ്ങനെ ഇങ്ങനെയും അഗ്രഹാര ജയിലിൽ താമസിപ്പിക്കും, അങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല എത്രത്തോളം വരുമെന്നുള്ളത്. അപ്പം ഇതെല്ലാം സംഭവിക്കുന്ന സമയത്തും ഇതൊക്കെ തന്നെ ആവർത്തിക്കും. കാരണം പാർട്ടി സെക്രട്ടറി തന്നെയാണ് അവിടെ നേരിട്ട് നയിക്കുന്നത്. സെക്രട്ടറിയും കടകംപള്ളി സുരേന്ദ്രനൊക്കെ നിന്നുകൊണ്ടാണ്, MV ഗോവിന്ദനും കടകംപള്ളി സുരേന്ദ്രനൊക്കെ നിന്നുകൊണ്ടാണ് അവരെ നയിക്കുന്നത്. അത് പാർട്ടി ഹൗസിൽ കൊണ്ടുവന്ന് ഒളിച്ചിരുത്തുക, ഈ ഹ്യൂമൻ ഷീൽഡ് എന്ന് പറഞ്ഞ പോലത്തെ പരിപാടി. അത് കുറച്ച് പ്രായമായ ആൾക്കാരെയും കുറച്ച് വിദ്യാർത്ഥികളെയും കൊണ്ടുവരുത്തില്ല, ഞങ്ങളുടെ ശവത്തിൽ കൂടി ചവിട്ടിയേ കയറാൻ പറ്റുള്ളൂ എന്ന്. ഈ ഹ്യൂമൻ ഷീൽഡ് എന്ന് പറയുന്ന സംഗതി പണ്ട് ഇറാൻകാർ ആദ്യമായിട്ട് ചെയ്ത പരിപാടിയാണ്. 79 US എംബസി ചുറ്റും വളഞ്ഞിട്ട് അവിടുത്തെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരെ ഹോസ്റ്റേജസ് ആക്കി. മറ്റേ ഇവരെ മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊല്ലണം, മാസങ്ങളോളം. അതൊരു വൃത്തിയായിട്ട് തന്ത്രമാണത് ഹ്യൂമൻ ഷീൽഡ് എന്ന് പറഞ്ഞാൽ. സദാം ഹുസൈൻ അത് ചെയ്തിട്ടുണ്ട് യുദ്ധത്തിൻ്റെ സമയത്ത്, കുട്ടികളൊക്കെ കൊണ്ട് എവിടെയെങ്കിലും നിർത്തുക. ഇപ്പോഴും ഹമാസുകാർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഹ്യൂമൻ ഷീൽഡ് പോലെ നിർത്തി ആർക്കാണ് ഇവിടെ ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടി പോകണം എന്നൊക്കെ പറയും. അവസാനം പോലീസായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് 4 പേരെ വിട്ടുകൊടുക്കുക. 200 പേരുടെ പേരിൽ കേസുണ്ട്, അതിൽ 4 പേരായിരിക്കില്ലല്ലോ അവിടെ ഉണ്ടാവുക, വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? 4 പേരെ കൊടുക്കുന്നു. ഇതൊരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അതിന് സതീശൻ പറഞ്ഞ ന്യായം എന്താ? ED ഞങ്ങളോട് പറഞ്ഞില്ല. ഈ കുഴപ്പമുണ്ടായത് ആ സമയത്ത് ED വിളിച്ച് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് നിർത്തി പോവുകയാണ്, ഞങ്ങളുടെ അസൈൻമെൻറ്റ് കഴിഞ്ഞു, ഇൻട്രോഗേഷൻ ഞങ്ങൾ പോവുകയാണെന്ന് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കുമായിരുന്നു. ഒരു സ്ഥലത്തൊരു മോബ് ഉണ്ടായിട്ട് ആൾക്കൂട്ടുണ്ടായി കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരാൾ പരാതിപ്പെടണോ ആ മോബിനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളത്? അങ്ങനെ ഒരു നിയമമുണ്ടോ? ഇപ്പോൾ നമ്മൾ MG റോഡിൽ കുറേ 100-600 ആൾ കൂടിയിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുന്നു, കട തല്ലിപ്പൊളിക്കണോ, അല്ലെങ്കിൽ അവിടെ കൂട്ടം കൂടിയൊന്നും ട്രാഫിക് ഒന്നും പോകില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കട്ടെ. MG റോഡിലെ ജയലക്ഷ്മിക്കാരനോ അല്ലെങ്കിൽ അതിന് കടക്കാരൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെ സിറ്റി കമ്മീഷണർക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്.
ഇടപെടാൻ അവർ തയ്യാറായില്ല. അപ്പം അതുകൊണ്ട് അവിടെയും കോൺഗ്രസ് വളരെ സോഫ്റ്റ് ലൈനാണ് എടുത്തത്. രമേശ് ചെന്നിത്തലയും പറഞ്ഞത് തന്നെ, ഞങ്ങൾ അറിയിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ പ്രശ്നം GD വരണുണ്ടെന്ന് കേരള പോലീസിനെയൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അത് അറിയേണ്ടവർ അറിയും. EDയും NIAയും ഒന്നും കേരള പോലീസിനെ അറിയിച്ചിട്ടില്ല അവർ ഓപ്പറേഷൻസ് നടത്തുന്നത്. ഇപ്പോൾ ഇന്നലെ NIAയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. കേരള പോലീസിനെ അറിയിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പം അത് ഒന്നും തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു രീതിയല്ല. ഇനിയും ഇത് തന്നെ ആവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നത്. അതായത് പാർട്ടി പറയുന്നതാണ്, ഞങ്ങൾ ഇനി ബലിയാടാകാനില്ല. അതായത് ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് പാർട്ടി പറയുന്ന പാർട്ടി അംഗങ്ങളൊക്കെ പറയുമ്പോഴേ നമുക്ക് ശരിയാണെന്ന് തോന്നും. കാരണം ലാവ്ലിൻ കേസ് മുതൽ ഇങ്ങോട്ട് ഒരുപാട് കേസുകൾ, അവസാനം സ്പ്രിങ്ക്ലർ ഇടപാട് വരെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിണറായി സർക്കാരിനും പിണറായിക്കെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും അടക്കം വന്നത്. അവിടെ എല്ലാം പാർട്ടി അണികൾ തന്നെ ഇറങ്ങി പ്രതിരോധിക്കുകയുണ്ടായി. തല്ലുകൊണ്ട് പാർട്ടി അണികളാണ്. ഈ പറയുന്ന ലാവ്ലിൻ കേസ് അടക്കം എനിക്ക് ഓർമ്മയുണ്ട്, തിരുവനന്തപുരം വഴയിലേക്കപ്പുറം വെച്ചിട്ട് ISROയുടെ ഒരു വാഹനം കത്തിക്കുകയുണ്ടായി CPMകാർ. ഇങ്ങനെ നിരവധി അക്രമങ്ങളാണ് ഇവർ നടത്തിയത്. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സഖാക്കൾ തന്നെ ഏരിയ കമ്മിറ്റിയിൽ പറയുന്നു, ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ഈ ഇത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചു, ഇനി പറ്റില്ല എന്ന് തുറന്നു പറയുമ്പോൾ പിണറായി അല്ലേ പരാജയപ്പെടുന്നത്? പിണറായി പരാജയപ്പെട്ട് കഴിഞ്ഞു. പിണറായി ശരിക്കും പറഞ്ഞാൽ ഇലക്ഷനല്ല പരാജയപ്പെട്ടത്, ഇലക്ഷന് മുമ്പ് തന്നെ പിണറായി പരാജയപ്പെട്ട് കഴിഞ്ഞു. പാർട്ടിയിൽ പരാജയപ്പെട്ടു. പിന്നെ ഈ വലിയ ഹോർഡിംഗ് ഒക്കെ വെച്ച് ഓരോ 100 മീറ്ററിൽ വലിയ 15 ആൾ പൊക്കത്തുള്ള ഹോർഡിംഗ് ഒക്കെ അത് പറയുന്നുണ്ട്. TV കമ്പനിയുടെ പരസ്യം പോലെ പിണറായിയുടെ പടം മാത്രം വെച്ച് നാട്ടിൽ മുഴുവൻ ബോർഡ് വെച്ച് ജനങ്ങളെ വെറുപ്പിച്ചു. കാലഹരണപ്പെട്ട പ്രചാരണ തന്ത്രമായിരുന്നു. ഉപദേശിച്ചു കൊടുത്ത PR കമ്പനിയെ പറ്റി അന്വേഷിക്കണമെന്ന് വരെ CPMനകത്ത് ചർച്ചയുണ്ട്. ഇപ്പോൾ CPMൽ എല്ലാ കാലത്തും അസംതൃപ്തരായ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇവരൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും അത് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിൽ നമ്മുടെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ക്രൂഷ്ചേവ് പവറിൽ വന്നു 65-ൽ ക്രൂഷ്ചേവ് മാറി, അപ്പോൾ വന്നത് 50s സ്റ്റാലിനെ മാറ്റിയിട്ട് ക്രൂഷ്ചേവ് പവറിൽ വന്നു. അപ്പോൾ ക്രൂഷ്ചേവ് ഒരു പാർട്ടി കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് സ്റ്റാലിൻ ചെയ്ത തെറ്റുകളെ 1 by 1 ആയിട്ട് പറയണം. മേശപ്പുറത്ത് ഇടിച്ചും ബഹളമൊക്കെ ഉണ്ടാക്കി. ക്രൂഷ്ചേവിൻ്റെ ശൈലി അതാണ്. UN ഷൂ ഊരിയിട്ട് മേശപ്പുറത്ത് അടിച്ച ആളൊക്കെയാണ്. അപ്പോൾ അതുപോലെയൊക്കെ കാണിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വലിയ ഹോളാണല്ലോ, പാർട്ടി ഡെലിഗേറ്റ്സ് കുറേ പേരുണ്ടാവും, വലിയ പാർട്ടിയല്ലേ, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യം അന്ന്. ഒരാൾ ചോദിച്ചു, അപ്പോൾ സഖാവ് വന്ന എവിടെയായിരുന്നു എന്ന് ചോദ്യം ചെയ്യാതെ. അപ്പോൾ ഇയാൾ ദേഷ്യപ്പെട്ട് ആരാത് ചോദിച്ചാരാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരും എണീക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ വീണ്ടും പറയുന്നു, ആരാണ്, എഴുന്നേറ്റ് വന്നൊരു ധൈര്യമായിട്ടാണ് ചോദ്യം ചോദിക്കും, നമുക്ക് ആരും എണീക്കുന്നില്ല. പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതേ സ്ഥലത്താണ് ഞാനുണ്ടായിരുന്നതെന്ന്. അല്ല, ഇതിനെപ്പറ്റി മറ്റൊരു കഥയും കേട്ടിട്ടുണ്ട്. അതായത് സ്റ്റാലിൻ സംശയമുള്ള സഖാക്കളുണ്ടെങ്കിൽ ലയിക്കാൻ പറയും. അപ്പോൾ കുറച്ച് പേര് ഇതേക്ക് കിട്ടും. അപ്പോൾ തൻ്റെ അരയിൽ നിന്ന് പിസ്റ്റൾ ഊരി മേശപ്പുറത്ത് വയ്ക്കും. എന്നിട്ട് ചോദിക്കും, വേറെ ആർക്കാ ഇത് സംശയമുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ കുറേ പേരങ്ങ് ഇരിക്കും. ഈ പിസ്റ്റൾ കാണുമ്പോൾ തന്നെ കുറേ പേര് ഇരിക്കും. പിന്നെ ഒരു 5-8 പേര് നിൽക്കും. അപ്പോൾ വീണ്ടും സ്റ്റാലിൻ എടുത്തിട്ട് ഒരു വലിയ തോക്കെടുത്തിട്ട് മെഷീൻ ഗൺ എടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. അപ്പോൾ പിന്നെ 1-2 പേരെ കാണുള്ളൂ, ബാക്കി എല്ലാവരും ഇരിക്കും. അപ്പോൾ സ്റ്റാലിൻ പറയും, ഈ സഖാക്കൾക്ക് പാർട്ടിയുടെ പുനർവിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. അവർക്ക് പാർട്ടിയുടെ നയരേഖയും പ്രഖ്യാപിത സമീപനവും ഒന്നും അറിയില്ല, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു, അതുകൊണ്ട് പുനർവിദ്യാഭ്യാസം വേണം എന്ന് പറയുന്നു. ഇവരെ സൈബീരിയയിലേക്ക് അയക്കുന്നു എന്ന് പറയും. സൈബീരിയയിൽ പോയി ആരും തിരിച്ചു വന്നിട്ടില്ല. അതെ, സൈബീരിയ നന്നായി പഠിപ്പിക്കുമല്ലോ. അതുപോലെയാണ് ഇപ്പോൾ പിണറായിക്കെതിരെ തുറന്നു വരുന്നത്. ഇപ്പം അവസാനം വന്നിരിക്കുന്ന വിമർശനം, ഈ പറയുന്ന കൊല്ലം ഏരിയ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന അവസാനത്തെ വിമർശനം എന്ന് പറയുന്നത് MV ഗോവിന്ദൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ്. അതിന് വ്യാപകമായ എതിർപ്പ് വന്നിട്ടുണ്ട്. MV ഗോവിന്ദൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിനെ പറ്റിയിട്ട് വ്യാപകമായ എതിർപ്പ് വന്നിട്ടുണ്ട്. അത് ഇവരെ സീറ്റ് നിർണയങ്ങളെല്ലാം അതേപോലെ അല്ലേ ചെയ്തിട്ടുള്ളത്. ശൈല ടീച്ചർ തോൽക്കാൻ പറ്റിയ സ്ഥലത്ത് കൊണ്ടാക്കി ഇവരെ ഭാര്യയെ ഒരു സ്ഥലത്ത് നിർത്തുക, അങ്ങനെ ധാരാളം ഇതേപോലത്തുള്ള കേട്ടാൽ ചിരി വരുന്ന പണികൾ ഇവർ ധാരാളം ചെയ്തു തരുന്നുണ്ട്. പക്ഷേ പിണറായിക്കതിൽ എതിർപ്പുണ്ടെന്നുള്ളതൊക്കെ സത്യമാണ്. ഈ കാര്യം പിണറായിയാണ് പാർട്ടിയാണ് പിണറായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതല്ലാത്തൊരു സാധ്യത, കൂട്ട് നേതൃത്വം എന്നൊക്കെ വെറും വർത്താനോ, അങ്ങനെ സംഭവം നടക്കാറില്ല. 1 man പാർട്ടിയാണ്, ഭരിക്കുകയാണെങ്കിൽ 1 man ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ
ഇതിനെ എതിർക്കാനായിട്ട് ചങ്കൂറ്റം നട്ടലുള്ളവരുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ അവർക്ക് ഇന്ന് കിട്ടുന്ന സ്ഥാനമാനങ്ങളൊന്നും ഉണ്ടാവില്ല. അതെ, പാർട്ടിയിലിരിക്കുമ്പോഴുള്ള പ്രിവിലേജ് ചെറുതല്ല, കാറ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്താൻ ആർക്കാർ ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചില സ്ഥലത്ത് പറയാൻ ചില സാഹചര്യം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അത് പിന്നെ ഞങ്ങളുടെ ഉള്ളിൽ പറഞ്ഞാണെന്ന് പറയും. ഇതേ ആൾക്കാർ തന്നെ പറയും. ഇപ്പോൾ അതിൽ കണ്ട ഒരാളെ, ഈ സംസാരിച്ച ഒരാളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ച ആളോട് സംസാരിച്ചു എന്നിരിക്കട്ടെ, അയാളോട് ഞങ്ങളുടെ പാർട്ടിയിൽ സ്വാതന്ത്ര്യമൊക്കെ എന്താ പറയാം, ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ എന്ന് പറയും. ഒന്നും നടപ്പിലാവാൻ പോകുന്നില്ല. അതാണ് വാസ്തവം. പിണറായി പറയുന്നത് തന്നെ ആയിരിക്കും പാർട്ടി. പിണറായി ആണ് പാർട്ടി, പാർട്ടിയാണ് പിണറായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.